കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. വേറെ എങ്ങുമല്ല, മഹാദേവൻ്റെ പ്രിയപ്പെട്ട സ്ഥലമായിട്ടുള്ള വാരണാസിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്ക് നല്ല ക്ഷീണമായിരുന്നു, അതുകൊണ്ട് തന്നെ വെളുപ്പിന് എണ്ണീക്കലൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ രാവിലെ നേരെ പോയത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ്. ഒരു 8 മണിയായപ്പോൾ അവിടെ എത്തി. ഒരു 11:30 കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും. പിന്നെ ഏപ്രിൽ മാസം ഭയങ്കര ചൂടാണ് അവിടെ, അതുകൊണ്ട് ഒരു ലസ്സിയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ വൈകുന്നേരം ഒരു 3:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ട് നേരെ പോയത് സങ്കട്ട് മോചൻ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ അവിടെ പോയ സമയത്ത് എന്തോ സംഗീത് സമാരോഹം എന്നും പറഞ്ഞ് എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കി പരിപാടി ഒന്നും നടക്കൂല. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നെ പോയത് തുളസി മനസ് മന്ദിറിലേക്കാണ്. അപ്പോൾ സങ്കട്ട് മോചനിൽ നിന്ന് തുളസി മനസ്സിലേക്ക് ഒരു 3.6 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ, അടുത്താണെല്ലാം. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ നാമം ജപിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, എല്ലാ സ്ഥലത്തും ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോയി. തുളസി മാനസിൽ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു 4 കിലോമീറ്റേഴ്സ് അത്ര എന്തോ ഉള്ളൂ. രാവിലത്തെ ദർശനം മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ടാണ് വൈകിട്ട് ഞങ്ങൾ വീണ്ടും പോയത്. ഇത് കാണാനാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ വൈകിട്ട് ഒരു സുഗമ ദർശൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അകത്ത് കയറിയത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മണികർണിക കാട്ടിൽ പോയി ശവം കത്തിക്കുന്നതൊക്കെ കണ്ടു. ആ ഗംഗയുടെ സൈഡിൽ കൂടെ ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. അപ്പോൾ ഈ അഗോരീസിനെയൊക്കെ കണ്ടു. എന്നിട്ട് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ ഡേ 1 ഇവിടെ കംപ്ലീറ്റ് ആവുക.